Good morning, students. So in this class we will be discussing about shear stress distribution on a rectangular section. So in the previous class what we have discussed is we have derived the relation for shear stress considering a beam of rectangular section itself. So this is the general equation we will be using for evaluating the shear stress. So precisely in KTU syllabus they have prescribed rectangular section only regarding shear stress distribution. So നമുക്ക് ഇത് മാത്രം പഠിച്ചാൽ മതി, റെക്ടാങ്കുലർ സെക്ഷൻ്റെ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി KT സിലബസ് അനുസരിച്ച്. സോ നമുക്ക് ഈ മോഡ്യൂൾ 3 വരുന്ന ലാസ്റ്റ് പോർഷനാണിത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, തേർഡ് മോഡ്യൂളിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ ഇത് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഒരു പക്ഷേ ചോദിക്കുകയാണെങ്കിൽ 6 മാർക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ, 5 മാർക്സ് 6 മാർക്സ് ആ റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് മാക്സിമം ഇതൊന്നും ചോദിക്കുന്നത്. പിന്നെ സിലബസിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് യു ഹാവ് ടു സ്റ്റഡി ദ ഡെറിവേഷൻ ഫോർ ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ, ദിസ് ഷിയർ സ്ട്രെസ് ഇക്വേഷൻ. സോ അത് തീർച്ചയായും നിങ്ങൾ പഠിക്കണം. പിന്നെ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഒരു റെക്ടാങ്കുലർ സെക്ഷനിൽ എങ്ങനെയായിരിക്കും ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക എന്നതാണ്. സോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഷേപ്പിലായിരിക്കും ആ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതായിരിക്കും അതിൻ്റെ മോഡൽ. സോ ഈ രണ്ട് എൻഡ് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ABC എന്ന് പറയുന്ന ഈ എൻഡ് പോയിൻറ്റ്സിൽ 0യും ആ മിഡിൽ റീജിയൻ വരുമ്പോൾ മിഡിൽ റീജിയൻ എന്ന് പറയുമ്പോൾ ന്യൂട്രൽ ആക്സിസ് ദിസ് ഡിസ്റ്റൻസ് അത് 0 എന്നിരിക്കുകയാണെങ്കിൽ y ഈസ് ഈക്വൽ ടു 0 എന്ന് വരുമ്പോൾ ഈ ന്യൂട്രൽ ആക്സിസിൽ നോക്കുകയാണെങ്കിൽ shear stress will be maximum. സോ മറ്റ് സ്ഥലങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹാവ് എ ആവറേജ് വാല്യൂ. സോ അത് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, ഓരോ സ്ഥലങ്ങളിൽ ഓരോ വാല്യൂ ആയിരിക്കും. സോ അതിന് നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആവറേജ് ഷിയർ സ്ട്രെസ് എന്നുള്ളൊരു ടേം നമ്മൾ അവിടെ കൊണ്ടുവരുന്നത്. എന്തിനെന്ന് വെച്ചാൽ ജസ്റ്റ് ടു ക്യാരക്ടറൈസ് ദ ഷിയർ സ്ട്രെസ് ഇൻ ദ ഇൻ്റർമീഡിയറ്റ് റീജിയൻസ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഈ ന്യൂട്രൽ ആക്സിസിൽ ദ ഷിയർ സ്ട്രെസ് വിൽ ബി 0 ഫോർ എ റെക്ടാങ്കുലർ സെക്ഷൻ. ബാക്കി സ്ഥലങ്ങളിലുള്ള ഷിയർ സ്ട്രെസ്സിന് വിൽ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് ആവറേജ് ഷിയർ സ്ട്രെസ്. സോ ആവറേജ് ഷിയർ സ്ട്രെസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഷിയർ ഫോഴ്സ് ബൈ ഏരിയ ഓഫ് ദി ക്രോസ് സെക്ഷൻ. സോ ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെക്ടാങ്കുലർ സെക്ഷൻ. സോ ഫോഴ്സ് ബൈ ഏരിയ, റെക്ടാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത്. സോ B ഇൻറ്റു D ഓർ വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത്. സോ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത് മാക്സിമം ഷിയർ സ്ട്രെസ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂട്രൽ ആക്സിസിലായിരിക്കും മാക്സിമം ഷിയർ സ്ട്രെസ്. സോ അതിൻ്റെ വാല്യൂ എന്ന് വയ്ക്കുമ്പോൾ ദാറ്റ് ഇസ് 1.5 ടൈംസ് ആവറേജ് ഷിയർ സ്ട്രെസ്. ഈ T ആവറേജിൻ്റെ 1.5 ടൈംസ് ആയിരിക്കും. സോ ഇതാണ് നമ്മൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്ന ഇക്വേഷൻ ഫോർ എ റെക്ടാങ്കുലർ സെക്ഷൻ. സോ അതിൻ്റെ ബേസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തു. തീർച്ചയായിട്ടും ഇത് പഠിക്കണം, ഈ ഡെറിവേഷൻ ഒന്ന് നോക്കി വെക്കണം. നിങ്ങളുടെ സിലബസിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഡെറിവേഷൻ. ബാക്കി നിങ്ങളുടെ ഫസ്റ്റ് മോഡ്യൂളിലും പല മോഡ്യൂൾസിലും അവർ ഡെറിവേഷൻ നോട്ട് നീഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ കാര്യങ്ങൾക്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കോഷീസ് ഇക്വേഷൻ അങ്ങനെയുള്ളതൊക്കെ ഫസ്റ്റ് മോഡ്യൂളിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ അവർ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡെറിവേഷൻ ഓഫ് ഷിയർ സ്ട്രെസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനെ വെച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷൻ അങ്ങ് ഡിറൈവ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണത്. സോ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. അടുത്ത് നമുക്കറിയേണ്ടത് നമ്മൾ പറഞ്ഞു ആവറേജ് ഷിയർ സ്ട്രെസ്. സോ ഇൻ്റർമീഡിയറ്റ് റീജിയൻ മാക്സിമം ഷിയർ സ്ട്രെസ് എവിടെയായിരിക്കും? ന്യൂട്രൽ ആക്സിസിലായിരിക്കും. സോ അതല്ലാതെ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ഈ y എന്ന് പറയുന്ന ഈ വാല്യൂ, y ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ന്യൂട്രൽ ആക്സിസ് ആൻഡ് ദ ഔട്ടർ ഫൈബർ, അത്രയേ ഉള്ളൂ. ഈ ഔട്ടർ ഫൈബർ ഓഫ് ദി ബീം ടു ന്യൂട്രൽ ആക്സിസ്, ആ y എന്ന് പറയുമ്പോൾ ഏത് ഡിസ്റ്റൻസ് വേണമെങ്കിലും ആവാം. സോ ഈ ന്യൂട്രൽ ആക്സിസ് തൊട്ട് നമ്മുടെ റീജിയൻ ഉണ്ട് കൺസിഡറേഷൻ. സോ ഇവിടെ ഇത്രയും ദൂരമാണ് y. സോ ഇത് എക്സ്റ്റെൻഡ് ചെയ്തും y പോവാം. y മേ ബി d/2, y മേ ബി d/3, സോ y മേ ബി d. സോ ആ y വാല്യൂ വേരി ആവാം. സോ അങ്ങനെ y വാല്യൂ വേരി ആകുമ്പോൾ നമുക്ക് ഓരോ പൊസിഷനിലുള്ള ഷിയർ സ്ട്രെസ്, നേരത്തെ പറഞ്ഞു ആവറേജ് ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന്. പക്ഷേ നമുക്കിപ്പോൾ ഓരോ പോയിന്റിലുള്ള ഷിയർ സ്ട്രെസ്, ഈ വൈൻ്റെ വാല്യൂ നമ്മൾ മാറ്റി ഓരോ പോയിന്റിലുള്ള ഷിയർ സ്ട്രെസ് നമുക്ക് കിട്ടണമെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് പെർട്ടിക്കുലർ ഇക്വേഷൻ. സോ ഇതും നമ്മൾ ഡിറൈവ് ചെയ്തത് ഈ ഒരു ബേസ് ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഇതും ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ആ ഡിറൈവേഷൻ നിങ്ങളൊന്ന് സ്ട്രെസ്സോടെ നോക്കേണ്ട കാര്യമല്ല, ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. F/2I × T² / 4 - y².
സോ ഇതെന്തെന്ന് വെച്ചാൽ ദിസ് ഇസ് ആക്ച്വലി ദ ഇക്വേഷൻ ഫോർ ദ ഷിയർ സ്ട്രെസ്. ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ റെക്ടാങ്കുലർ സെക്ഷൻ, അത് ഓർത്തിരിക്കണം. ഈ ഡി എന്ന് പറഞ്ഞാൽ ഡെപ്ത് ആണ്, ഐ എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഫോർ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്, വൈ എന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ ഡിസ്റ്റൻസ് ഫ്രം ന്യൂട്രൽ ആക്സിസ്. ഈ വൈ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ന്യൂട്രൽ ആക്സിസ് ആണ്. സോ ആ ഡിസ്റ്റൻസ് വേരി ആവുന്നതിനനുസരിച്ച് ഷിയർ സ്ട്രെസ് വേരി ആവും. സോ ഓരോ പോയിന്റ് നമ്മളിവിടെ നിന്ന് ഓരോ പോയിന്റ് എടുക്കുകയാണെങ്കിലും ഷിയർ സ്ട്രെസ് വിൽ വേരി. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് സിമെട്രിക് എന്നൊരു ഫീൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് നിയർലി സിമെട്രിക് ഫോർ എനി കൈൻഡ് ഓഫ് ലോഡിങ്. സോ അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഇതാണ് ബേസിക് ഇക്വേഷൻ ഫോർ ഷിയർ സ്ട്രെസ്: average shear stress, maximum shear stress and shear stress at any value of y. y എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആക്സിസിൽ നിന്നും നമ്മുടെ റീജിയൻ അണ്ടർ കൺസിഡറേഷൻ ഏതെങ്കിലും ഒരു പൊസിഷൻ, ഈ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ്റെ ഏതെങ്കിലും ഒരു വെർട്ടിക്കുലർ പൊസിഷനാണ്, ന്യൂട്രൽ ആക്സിസിൽ നിന്നുമുള്ള ഏതെങ്കിലും ഒരു വെർട്ടിക്കൽ പൊസിഷനിൽ എന്തായിരിക്കും ഷിയർ സ്ട്രെസ്. സോ എന്നതിനുള്ള റിലേഷനാണിത്. സോ ഇത്രയും ഇക്വേഷൻസ് ഓർത്ത് വെച്ചേക്കുക. നമ്മളൊന്ന് 2 പ്രോബ്ലം സോൾവ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് അതിലോട്ട് പോകാം. സിമ്പിൾ പ്രോബ്ലംസ് ആണ്. യു ക്യാൻ എക്സ്പെക്ട് ദിസ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ഫോർ മാക്സിമം 5 to 6 മാർക്സ്. അത്രേ ചോദിച്ചിട്ടുള്ളൂ. മുമ്പും KTUവിൽ ചോദിച്ചിട്ടുണ്ട്, 2017 ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. പക്ഷേ അതിൽ വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ഈസി ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്ക് 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് സിലബസ് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ 3rd മോഡ്യൂൾ ഭയങ്കര വാസ്റ്റാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ അതിൽ തന്നെ. സോ നമുക്കിത് വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം. സിലബസിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് വി ക്യാൻ എക്സ്പെക്ട് സച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ എനിവേ വിൽ മൂവ് ഓൺ ടു പ്രോബ്ലം നമ്പർ 1. I'll read the question. A rectangular beam 100 mm wide and 250 mm deep is subjected to a maximum shear force of 50 kN. Determine average shear stress, maximum shear stress and shear stress at a distance of 25 mm above the neutral axis. സോ ഇത്രയുമാണ് അവർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്കൊരു റെക്ടാങ്കുലർ ബീം തന്നിട്ടുണ്ട്. ആ ബീമിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 100 mm ആണ്. സോ വിഡ്ത്ത് കിട്ടി, 100 mm വിഡ്ത്തും 250 mm ഡെപ്തും. സോ ഈ ഡെപ്ത്ത്, ടോട്ടൽ ഡെപ്ത്ത് എന്ന് പറയുമ്പോൾ 250. ന്യൂട്രൽ ആക്സിസ് നമുക്കറിയാം, റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനൊക്കെ വരുമ്പോൾ അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിരിക്കും, ഈ ഡെപ്ത്ത് ബൈ 2 എന്നുള്ള ഈ ഒരു റീജിയനിലായിരിക്കും ന്യൂട്രൽ ആക്സിസ്. അഗെയിൻ അതുകൊണ്ട് മാക്സിമം ഷിയർ ഫോഴ്സ് തന്നിട്ടുണ്ട്. മാക്സിമം ഷിയർ ഫോഴ്സ് is 50 kN. The beam is subjected to a maximum shear force of 50 kN എന്ന് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ ആവറേജ് ഷിയർ സ്ട്രെസ്, മാക്സിമം ഷിയർ സ്ട്രെസ്, ഷിയർ സ്ട്രെസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 25 mm എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് ആവറേജ് ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനും നമുക്കറിയാം. അഗെയിൻ ഈ 3rd കണ്ടീഷൻ എന്തുവാണ്? ഷിയർ സ്ട്രെസ് അറ്റ് എ ഡിസ്റ്റൻസ് y ഫ്രം ന്യൂട്രൽ ആക്സിസ്. അപ്പോൾ ന്യൂട്രൽ ആക്സിസിൽ നിന്നും 25 mm ഡിസ്റ്റൻസിൽ നമ്മുടെ ഷിയർ സ്ട്രെസ് എത്രയാണ് എന്നാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, സോ എനിവേ വിൽ സ്റ്റാർട്ട് ടു സോൾവ് ദ ക്വസ്റ്റ്യൻ. സോ ബ്രെഡ്ത്ത് 100 mm ആണ്, ഡെപ്ത്ത് 250 mm ആണ് തന്നിട്ടുണ്ട്. ഷിയർ ഫോഴ്സ് F 50 kN ആണ്. സോ ജസ്റ്റ് കൺവേർട്ട് ദാറ്റ് ഇൻറ്റു ന്യൂട്ടൺ. അപ്പോൾ നമുക്ക് ആദ്യം ആവറേജ് ഷിയർ സ്ട്രെസ് ആണ് നമ്മൾ ആദ്യം സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ ആവറേജ് ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. നമ്മളിതാ നേരത്തെ ഇവിടെ കണ്ടിട്ടുള്ള അതേ കാര്യമാണ്. ഇതെന്ത് ഫോഴ്സ് ആണിത്? ദിസ് ഇസ് ആക്ച്വലി ഷിയർ ഫോഴ്സ്. ഷിയർ ഫോഴ്സ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ ഇവിടെ ഷിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ 50 kN ആണ് ഷിയർ ഫോഴ്സ്. ഏരിയ എന്ന് പറയുമ്പോൾ ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത്. ഈ റെക്ടാങ്കിളിൻ്റെ ഏരിയ ആണ്, ഈ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ്റെ ഏരിയയാണ്. അപ്പോൾ ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത് ആണ്. 100 × 250 mm ആണ്. ഇത് ന്യൂട്ടൺ ആണ്, 50,000 ന്യൂട്ടൺ. 50 × 10⁻³ ന്യൂട്ടൺ ബൈ 100 × 250. സോ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 2 Nm² എന്നായിരിക്കും നമ്മുടെ ആവറേജ് ഷിയർ സ്ട്രെസ്. ഇനി നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ് ആണ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യും? സോ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. മാക്സിമം ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു 1.5 × ആവറേജ് ഷിയർ സ്ട്രെസ്. സോ ജസ്റ്റ് ഈ ആവറേജ് ഷിയർ സ്ട്രെസ്സിനെ 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ് കിട്ടും. ദാറ്റ് ഈസ് 3 Nm². ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ 2 പോർഷൻസ് കംപ്ലീറ്റ് ആയി. ആവറേജ് ഷിയർ സ്ട്രെസ്, മാക്സിമം ഷിയർ സ്ട്രെസ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണിത്. ഇതേ ടൈപ്പ് പ്രോബ്ലം ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, നമുക്ക് ആ ഇക്വേഷൻ ഓർമ്മയുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അടുത്ത 3rd പോർഷൻ എന്ന് പറയുമ്പോൾ y എന്നുള്ള ഡിസ്റ്റൻസിൽ, അറ്റ് എ ഡിസ്റ്റൻസ് y ഫ്രം ന്യൂട്രൽ ആക്സിസ്, ജസ്റ്റ് ഇവാലുവേറ്റ് ദ ഷിയർ സ്ട്രെസ്. അപ്പോൾ ഈ y ഡിസ്റ്റൻസ് ഇവിടെ എത്രയാണ്?
നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് ഈ വൈ ഡിസ്റ്റൻസ് ഇവിടെ എത്രയായിട്ടാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്? 25 mm അല്ലേ ഈ വൈ ഡിസ്റ്റൻസ് ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത്? ഇറ്റ് ഈസ് 25 mm. സോ നമുക്ക് നോക്കിയാൽ മതി, ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ. ഇവാലുവേറ്റ് ദ ഷിയർ സ്ട്രെസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 25 mm എബോവ് ദ ന്യൂട്രൽ ആക്സിസ്. അപ്പോൾ ഈ വൈ എന്ന് പറയുമ്പോൾ 25 ആണ്. നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാം. ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കണം. എഫ് അറിയാം. എഫ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഷിയർ ഫോഴ്സ് ആണ്. ഐ റെക്ടാങ്കിളിൻ്റെ ഐ എന്തുവാണ്? റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ വരുമ്പോൾ ഐയുടെ ഇക്വേഷൻ എന്തുവാണ്? ബി ഡി ക്യൂബ് ബൈ 12. അത് നമ്മൾ കുറേ ദിവസമായിട്ട് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ടൈപ്പ് പ്രോബ്ലംസ്. ഐയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ബി ഡി ക്യൂബ് ബൈ 12. ഓക്കെ. സോ അടുത്ത് ഐയുടെ കാര്യമായി. ഡി എന്തുവാണ്? ഡി എന്ന് പറഞ്ഞാൽ ഡെപ്ത് ആണ്. ഡെപ്ത് 250 mm തന്നിട്ടുണ്ട്. ഡെപ്ത് 250 mm ആണ്. സോ ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ 250 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 മൈനസ് വൈ. സോ വൈ നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത് 25 mm ആണ്. 25 mm ഡിസ്റ്റൻസിലുള്ള ഷിയർ സ്ട്രെസ്. സോ 25 സ്ക്വയർ. സോ നമ്മളിതൊന്ന് സോൾവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. സോ 50,000 ദാറ്റ് ഇസ് 50 × 10³ ബൈ 2 ഇൻറ്റു ബി ഡി ക്യൂബ് ബൈ 12. സോ ബി ഡി എന്ന് പറയുമ്പോൾ എന്തുവാണ്? ബി ഡി ക്യൂബ് ബൈ 12 എന്ന് പറയുമ്പോൾ ബി ഇസ് 100, ഡി ഇസ് 250. 100 ഇൻറ്റു 250 ക്യൂബ് ബൈ 12. Into 250 cube by 12. സോ ഇതാണ് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അതുപോലെ നമുക്ക് സോൾവ് ചെയ്താൽ മതി. സോ നെക്സ്റ്റ് ഈ 250 സ്ക്വയർ എന്ന് പറയുമ്പോൾ 62,500 ഡിവൈഡഡ് ബൈ 4 മൈനസ് 625. സോ ഇതൊക്കെ സോൾവ് ചെയ്ത് വരുമ്പോൾ വിൽ ഗെറ്റ് ദ ആൻസർ ഫോർ ദ ഷിയർ സ്ട്രെസ് അറ്റ് എ ഡിസ്റ്റൻസ് 25 mm ഫ്രം ദ ന്യൂട്രൽ ആക്സിസ് ആസ് 2.88 N/mm². സോ നമുക്ക് അങ്ങനെ 3 ആൻസറും കിട്ടി. സോ യു ക്യാൻ എക്സ്പെക്ട് ദിസ് ഫോർ ഒരു 5 മാർക്ക് എക്സ്പെക്ട് ചെയ്യാം. 6 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പക്ഷേ നമുക്കിപ്പോൾ പാറ്റേൺ അനുസരിച്ച് 5 മാർക്ക് 6 മാർക്ക് ആ റേഞ്ചൊക്കെ മാക്സിമം ചോദിക്കുള്ളൂ. ചിലപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇത് 3 മാർക്കിനും ചോദിക്കാം. സോ അത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റൻ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. സോ അതുകൊണ്ട് 3 മാർക്കിനും വേണമെങ്കിൽ ചോദിക്കാം. ഡയറക്റ്റായിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട്. ഓക്കെ. സോ വിൽ മൂവ് ഓൺ ടു സെക്കൻഡ് പ്രോബ്ലം. I'll read the question. A simply supported beam, wooden beam of span 1.3 meter. So simply supported beam ആണ്, length 1.3 meter ആണ്, having a cross section 150 mm wide by 250 mm deep. So ഇപ്പോൾ ഇതെന്ത് ക്രോസ് സെക്ഷൻ ആണ്? 150 mm wide, breadth 150 mm, depth 250 എന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ. ആ ബീം ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ. നമ്മൾ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ബീം ഇങ്ങനെ ഇരിക്കും. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ നമുക്ക് അറിയാൻ പറ്റും. സോ ദാറ്റ് ഫോംസ് എന്ത് ക്രോസ് സെക്ഷൻ? റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ. റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനാണ്. അതിൻ്റെ ബ്രെഡ്ത്ത് എത്രയാണ്? ബ്രെഡ്ത്ത് ഓർ വിഡ്ത്ത് 150 mm ആണ് തന്നിട്ടുണ്ട്. 150 mm വൈഡ് എന്ന് തന്നിട്ടുണ്ട്. സോ അതാണ് അതിൻ്റെ വിഡ്ത്ത്. 250 mm ഡീപ്പ്. സോ ഡെപ്ത്ത് എന്ന് പറയുമ്പോൾ ഓർ ഡെപ്ത്ത് അല്ലെങ്കിൽ നമുക്ക് സാധാ ഹൈറ്റ് എന്ന് പറഞ്ഞാലും മതി. ഹൈറ്റ് ഇസ് 250 mm. ക്യാരീസ് എ പോയിന്റ് ലോഡ് W അറ്റ് ദ സെൻറ്റർ. സോ ഇത് ക്യാരി ചെയ്യുന്നത് ഒരു പോയിന്റ് ലോഡ്, അത് ക്യാരി ചെയ്യുന്ന ബീം ഇസ് ക്യാരിങ് എ പോയിന്റ് ലോഡ് W. സോ ദ പെർമിസിബിൾ സ്ട്രെസ് ആർ 7 N/mm² ഇൻ ബെൻഡിങ്. സോ പെർമിസിബിൾ ബെൻഡിങ് സ്ട്രെസ് അത് തന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് 7 N/mm². and 1 N/mm² in shearing. So shear stress തന്നിട്ടുണ്ട്. So shear stress is 1 meter/mm². shear stress is 1 meter/mm². അതും അവർ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ shear stress തന്നിട്ടുണ്ട് 1 N/mm². So ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. So you are asked to calculate the safe load. W വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. സേഫസ്റ്റ് വാല്യൂ ഫോർ W. സോ നോക്കുകയാണെങ്കിൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് ഇവിടെ. ആ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് ദിസ് പർട്ടിക്കുലർ ബീം ഹാസ് എ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ 150 mm വിഡ്ത്തും 250 mm ഡെപ്ത്തും ഉള്ള ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ. ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ മിഡിലിൽ ഒരു ലോഡ് കൊടുത്തിട്ടുണ്ട്, ഒരു പോയിന്റ് ലോഡ് കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് ലോഡിൻ്റെ
സേഫസ്റ്റ് വാല്യൂ എത്ര ആയിരിക്കാം എന്നാണ് നമ്മളിത് ചോദിച്ചിരിക്കുന്നത്. പ്രൊവൈഡഡ് ദ പെർമിസിബിൾ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് 7 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആയിരിക്കണം, അതിൽ കൂടാൻ പാടില്ല. അതേപോലെ തന്നെ മാക്സിമം ഷിയർ സ്ട്രെസ് എന്ത് വാല്യൂ ആയിരിക്കണം, 1 ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിൽ കൂടാനും പാടില്ല. സോ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആകുന്നത് പോലത്തെ ഒരു ഡബ്ല്യു വാല്യൂ, ഒരു വാല്യൂ ഫോർ ദ സെൻറ്റർ ലോഡ്, അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് ഇത് എങ്ങനെ തുടങ്ങാമെന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും നമുക്ക് രണ്ട് പാർട്ടായിട്ട് ഇതിനെ ചെയ്യേണ്ടി വരും. ഒന്ന് നമ്മുടെ നോർമലായിട്ട് നമ്മൾ ചെയ്ത പോലെ ബെൻഡിങ് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, വി ഹാവ് ടു യൂസ് ദ ഇക്വേഷൻസ് വി ഹാവ് ജസ്റ്റ് ഡിറൈവ്ഡ് ഫോർ ദ ഷിയർ സ്ട്രെസ്. സോ ബെൻഡിങ് ഇക്വേഷൻ നമുക്കറിയാം. ഫസ്റ്റ് ഈ സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് പോയിന്റ് ലോഡ് എന്ന് പറയുമ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ WL/4 ആയിരിക്കും. സോ നമ്മളിതൊക്കെ പഠിച്ചതാണ്. സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് പോയിന്റ് ലോഡിൻ്റെ കേസസിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. ഈ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എവിടെയായിരിക്കും വരുന്നത്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തോ ആയിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ ദ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഇസ് W × L/4. സോ W × L/4 എന്ന് പറയുമ്പോൾ എത്ര വരും ഇവിടെ? W × L/4 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് W × L എന്ന് പറയുമ്പോൾ 1.3 ഡിവൈഡഡ് ബൈ 4 ആണ്. സോ ഇവിടെ എന്തോ മിസ്റ്റേക്ക് ആണ്, ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്, ഇത് നോക്കണ്ട. W × 1.3 ഡിവൈഡഡ് ബൈ 4. സോ ഈ 1.3 എന്തോ ആണ്? 1.3 മീറ്റർ ആണ്. സോ മില്ലിമീറ്റർ അല്ല, ഇവിടെ പിന്നെയും തെറ്റാണ്. സോ 1.3 മീറ്റർ. സോ ദാറ്റ്സ് ഈക്വൽ ടു 1.3 into 10⁻³ millimeter. സോ 1.3 മീറ്റർ എന്ന് പറയുമ്പോൾ അതിന് മില്ലിമീറ്ററിലോട്ട് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്യുക. അതാണ് ഇവിടെ അവർ കൊടുത്തിട്ടുള്ള ഈ സ്റ്റെപ്പിൽ. 1.3 × 1000 എന്ന് കൊടുത്തിട്ടുള്ള ആ കാര്യമാണ്. സോ W/4 × 1.3 × 10⁻³. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 325 W ന്യൂട്ടൺ മില്ലിമീറ്റർ എന്ന് കിട്ടും. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വിൽ ഒബ്റ്റെയിൻ ദാറ്റ് ഇൻ ടേംസ് ഓഫ് W. സോ 325 W ന്യൂട്ടൺ മില്ലിമീറ്റർ എന്ന് കിട്ടും. സോ അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മാക്സിമം ഷിയർ ഫോഴ്സ് ആണ്. സോ ഇങ്ങനത്തെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ മാക്സിമം ഷിയർ ഫോഴ്സ് വാല്യൂ എത്രയായിരിക്കും? പോയിന്റ് ലോഡുള്ള ഒരു കേസിൽ വരുമ്പോൾ ഇറ്റ്സ് W/2, അതായിരിക്കും മാക്സിമം വാല്യൂ. ഒരു റെക്ടാംഗുലർ ഷേപ്പിലായിരിക്കും നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒക്കെ കിട്ടുന്നത്. സോ നമ്മൾ പഠിച്ച കാര്യമാണ്, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. സോ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് നമുക്ക് എത്ര കിട്ടിയെന്ന് വെച്ചാൽ 325 W ന്യൂട്ടൺ മില്ലിമീറ്റർ എന്ന് കിട്ടി. മാക്സിമം ഷിയർ ഫോഴ്സ് ജനറൽ ഇക്വേഷൻ നമുക്ക് ഓർത്ത്, ജനറൽ ഇക്വേഷൻ അല്ല, ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ദ സെൻറ്റർ, ഇതിന് മാക്സിമം ഷിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് W/2. ഇതും നമ്മൾ പഠിച്ച കാര്യമാണ്. ജസ്റ്റ് ഹാവ് എ ബ്രഷ് അപ്പ് ഓൺ ദാറ്റ്. ഓക്കെ. സോ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ കിട്ടി. ബെൻഡിങ് മൊമെൻറ്റ് കിട്ടിയാൽ നമുക്ക് എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യാം? ബെൻഡിങ് മൊമെൻറ്റ് കിട്ടിയാൽ നമുക്ക് ബെൻഡിങ് ഇക്വേഷൻ യൂസ് ചെയ്യാം. ആൻഡ് മാക്സിമം ഷിയർ ഫോഴ്സ് കിട്ടിയാൽ നമുക്ക് ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. സോ ഫസ്റ്റ് ഐ എം ഗോയിങ് ടു ഇവാലുവേറ്റ് ദ വാല്യൂ ഫോർ W ബേസ്ഡ് ഓൺ ദ പെർമിസിബിൾ ബെൻഡിങ് സ്ട്രെസ്. സോ മാക്സിമം ബെൻഡിങ് സ്ട്രെസ്സിന് യൂസ് ചെയ്ത് ആ സിഗ്മ വാല്യൂ അവർ തന്നിട്ടുണ്ട്. സിഗ്മ എത്ര ആയിരിക്കണമെന്നാണ് പറഞ്ഞത്? 7 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ആ സേഫ് വാല്യൂക്കകത്തുള്ള സിഗ്മ ആണെങ്കിൽ 7 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ് സിഗ്മയുടെ വാല്യൂ എങ്കിൽ വാട്ട് ഇസ് ദ ലോഡ്, വാട്ട് ഇസ് ദ പെർമിസിബിൾ വാല്യൂ ഫോർ ലോഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം യൂസ് ചെയ്യാൻ പോകുന്നത് ബെൻഡിങ് ഇക്വേഷനാണ്. കാരണം ഫസ്റ്റ് നമുക്കുള്ളത് ബെൻഡിങ് സ്ട്രെസ് വെച്ചാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. സോ ബെൻഡിങ് സ്ട്രെസ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ വി നീഡ് ബെൻഡിങ് ഇക്വേഷൻ ഓർ ഫ്ലെക്ചർ ഫോർമുല എന്നും പറയും ഇതിന്. M/I = σ/y. സോ M നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് നമ്മളിത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. WL/4 ആണ്. നമ്മൾ 325 W ന്യൂട്ടൺ മില്ലിമീറ്റർ എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അഗെയിൻ I = BD³/12. സോ ഇവിടെ B എന്ന് പറഞ്ഞാൽ എന്തുവാണ്? B എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ഓഫ് ദി ബീം ഓർ വിഡ്ത്ത് ഓഫ് ദി ബീം 150, ഡെപ്ത് 250 ആണ്. സോ 150 × 250³
12. So we'll obtain the moment of inertia like this. സോ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും വാല്യൂസ് അങ്ങനെ അടുക്കി പിടിച്ച് എഴുതേണ്ട കാര്യമൊന്നുമില്ല. കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ 1.9 ഇൻറ്റു എത്രയെന്ന് നോക്കിയാൽ മതി. ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1.953. അതുപോലും വേണ്ട, 2 ഡെസിമൽ മതി നമുക്ക്. വേണമെങ്കിൽ 1 ഡെസിമൽ 3 ഡെസിമലായിട്ട് എഴുതാം. 1.95 ഇൻറ്റു എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട്? 3 3 6 2 8 ഇൻറ്റു 10⁸ അല്ലേ? സോ അത്രയും കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇത്ര ഒരു വലിയ വാല്യൂ നമുക്ക് വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊള്ളുക. 1 ഇൻറ്റു 1.95 ഇൻറ്റു 10⁸ mm/4. സോ നമുക്ക് ഇങ്ങനെ എഴുതുന്നതായിരിക്കും നമുക്ക് സൗകര്യം കൂടുതൽ. ജസ്റ്റ് ചെക്ക്. സോ ഇവിടെ 1ൻ്റെ അപ്പുറത്ത് പോയിന്റ് ഇട്ടാൽ എത്ര ഡെസിമൽ പ്ലേസ് വരും? 3 3 6 2 8. സോ 1.95 ഇൻറ്റു 10⁸ എന്ന് നമുക്ക് മാറ്റി എഴുതാം. ജസ്റ്റ് നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ENG എന്നുള്ള ബട്ടൺ അടിച്ചാൽ മതി, ഇത് തന്നെ കിട്ടും. ഈ പവർ വാല്യൂലൊക്കെ കിട്ടിക്കോളും. സോ ദാറ്റ്സ് നോട്ട് എ ബിഗ് ഇഷ്യൂ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക, ഇത് കറക്റ്റ് ആണോന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കൊള്ളുക. സോ നമുക്കറിയാം, അടുത്ത് നമുക്ക് സിഗ്മ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. സിഗ്മ വാല്യൂ തന്നിട്ടുണ്ട്, പെർമിസിബിൾ വാല്യൂ 7 Nm². ഓക്കെ. സോ നമുക്ക് y മാക്സിമം വാല്യൂ, y എവിടെ ആയിരിക്കുമ്പോഴായിരിക്കും മാക്സിമം നമുക്ക് പറയുന്നത്? y d/2 ആയിരിക്കുമ്പോഴാണ്. സോ y d/2 ആയിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഈ കണ്ടീഷൻ, മാക്സിമം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ അത്രയും നമുക്ക് കിട്ടി. സോ d/2 എന്ന് പറയുമ്പോൾ 250/2. സോ ഇത് ബൻസാൽ ബുക്കാണ് ഞാൻ യൂസ് ചെയ്തത്. ബൻസാൽ ബുക്കിൽ പോലും ഇത്രയും മിസ്റ്റേക്സ് ഉണ്ട്. സോ പ്ലീസ് ബി കെയർഫുൾ. d എന്ന് പറയുമ്പോൾ 250/2, ദാറ്റ് ഇസ് 125 mm. യൂണിറ്റ് മറക്കരുത്, 125 mm. ഓക്കെ. സോ നമുക്ക് ഇത്രയും കാര്യങ്ങളായി. m ആയി, i കിട്ടി, നമുക്ക് സിഗ്മ കിട്ടി, പിന്നെന്താണ് വൈയും കിട്ടി. അതങ്ങ് എടുത്തങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എമ്മിന് പകരം 325W എഴുതിയാൽ മതി. ഐക്ക് പകരം ഈ വാല്യൂ 1.95 ഇൻറ്റു 10⁸ ഇത് ഇവിടെ കൊണ്ടങ്ങ് എഴുതുക. ഈക്വൽ ടു സിഗ്മയ്ക്ക് പകരം 7 Nm², അതിവിടെ എഴുതിക്കൊള്ളുക. താഴെ വൈക്ക് പകരം 125 mm. സോ യൂണിറ്റൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. നിങ്ങൾക്ക് അത് ക്ലിയറായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാ യൂണിറ്റും ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മില്ലിമീറ്ററും, ഫോഴ്സ് എന്ന് പറയുമ്പോൾ ന്യൂട്ടൺ, സ്ട്രെസ് എന്ന് പറയുമ്പോൾ Nm². ആ ന്യൂട്ടൺ മില്ലിമീറ്ററാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ആ ഇക്വേഷൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിക്കോളൂ. എല്ലാം ന്യൂട്ടണിലും മില്ലിമീറ്ററിലും ഒക്കെ ആണോ ഇരിക്കുന്നതെന്നൊന്ന് ചെക്ക് ചെയ്തോളുക. ഓക്കെ. സോ അങ്ങനെ ചെക്ക് ചെയ്തിട്ട് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ W. ജസ്റ്റ് ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ ഒന്ന് ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ W ആസ് 33653.8 ന്യൂട്ടൺ. ഓക്കെ. സോ നമ്മൾ ബെൻഡിങ് സ്ട്രെസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇതാണ് നമ്മുടെ W വാല്യൂ. അടുത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സെക്കൻഡ് കണ്ടീഷൻ ഷിയർ സ്ട്രെസ് വെച്ചായിരിക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഷിയർ സ്ട്രെസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? ഷിയർ ഫോഴ്സ് വേണം. ദാറ്റ് ഈസ് നമുക്ക് എഫ് വേണം. സോ എഫ് മാക്സിമം വാല്യൂ ഓഫ് എഫ് എന്തുവാണ്? W/2 നമുക്കറിയാം. ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ദ സെൻറ്റർ, അങ്ങനെ വരുമ്പോൾ ഷിയർ ഫോഴ്സ് W/2 ആണ് മാക്സിമം വാല്യൂ. അത് നമുക്കറിയാം. സോ അടുത്ത് നമ്മൾ ഷിയർ സ്ട്രെസ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഷിയർ സ്ട്രെസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇക്വേഷൻ നമുക്കറിയാം? ആവറേജ് ഷിയർ സ്ട്രെസ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഷിയർ ഫോഴ്സ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. സോ ഇവിടെ ഷിയർ ഫോഴ്സ് എത്രയാണ്? ഷിയർ ഫോഴ്സസ് W/2 നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ബൈ ഏരിയ, ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത്. സോ W ബൈ ബ്രെഡ്ത്ത് ഇസ് വാട്ട്? W/2 താഴെ വരും, ബ്രെഡ്ത്ത് 150 ഇൻറ്റു ഡെപ്ത്ത് 250. സോ ഇവിടെ നമ്മൾ W കണ്ടുപിടിക്കാൻ പോവാണ് ഷിയർ സ്ട്രെസ് കണ്ടീഷൻ യൂസ് ചെയ്തിട്ട്. സോ ആവറേജ് ഷിയർ സ്ട്രെസ്സിന് ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? മാക്സിമം ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു, നമുക്ക് നേരത്തെ കണ്ടു, ടോ മാക്സ് ഈക്വൽ ടു 1.5 ടോ ആവറേജ്. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1.5ക്ക് പകരം 3/2 എന്ന് ഇട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. മാക്സിമം ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു 1.5 ഇൻറ്റു ആവറേജ് ഷിയർ സ്ട്രെസ്. സോ അതാണ് ഈ ഇക്വേഷൻ. 1.5ക്ക് പകരമാണ് എന്തുവാണ്? 3/2. രണ്ടും ഒന്നല്ലേ? 3/2 1.5. സോ നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 1 Nm² എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ട് 1 Nm² എന്ന്. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അങ്ങ് ഇക്വേറ്റ് ചെയ്യാം.
So maximum shear stress is equal to 3/2, that is 1.5 into tau average. അപ്പോൾ tau average പകരം ഈ വാല്യൂ എടുത്ത് ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. That is 1 maximum shear stress 1 is equal to E 3/2 into W by 2 into 150 into 250. അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് W കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ W ആസ് 50,000 ന്യൂട്ടൺ. അപ്പോൾ നമുക്കിപ്പോൾ നോക്കേണ്ട കാര്യം ഇതിലേതായിരിക്കുമോ കുറഞ്ഞ ലോഡ് അതാണ് സേഫസ്റ്റ് ലോഡ്. എന്ന് വെച്ചാൽ ഷിയർ സ്ട്രെസ് 1 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ഷിയർ സ്ട്രെസ് ആകുമ്പോൾ ഇതവിടെ നോക്കിയാൽ മതി. 1 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ഷിയർ സ്ട്രെസ് ആകുമ്പോൾ നമുക്ക് കിട്ടിയ ലോഡ് 50,000 ആണ്. അതേപോലെ ഇവിടെ നോക്കിയാൽ 7 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ് നമ്മുടെ ബെൻഡിങ് സ്ട്രെസ്. സോ ആ ബെൻഡിങ് സ്ട്രെസ് വന്നപ്പോൾ നമുക്ക് കിട്ടിയ ലോഡ് എത്രയെന്ന് വെച്ചാൽ 33,653.8 ന്യൂട്ടൺ ആണ് നമുക്ക് കിട്ടിയത്. സോ അപ്പോൾ നോക്കിയാൽ ഈ 50,000 എന്ന ലോഡ് കൊണ്ട് ഇവിടെ അപ്ലൈ ചെയ്താൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ബെൻഡിങ് സ്ട്രെസ് 7ലും കൂടുതലായിരിക്കും. 50,000 എന്ന ലോഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, W എന്ന് പറയുന്ന ലോഡ് 50,000 ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റും? സ്വാഭാവികമായിട്ടും ഈ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ വാല്യൂ അങ്ങ് കൂടും. 7ലൊന്നും നിൽക്കത്തില്ല. ദാറ്റ് അഗെയിൻ ഇൻക്രീസ് മച്ച് മോർ. പക്ഷേ നമുക്ക് മാക്സിമം 7 പാടുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യാം? അപ്പോൾ 7 പാടുള്ളൂ എങ്കിൽ എത്രയാണ് വാല്യൂ? 33,653.8. അപ്പോൾ ഇതാണ് സേഫ്. ഇത്ര യൂസ് ചെയ്താൽ 7 കിട്ടും. അപ്പോൾ ആ വാല്യൂ 33,653.8 ന്യൂട്ടൺ എന്നുള്ള ഈ വാല്യൂ നമ്മൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷിയർ സ്ട്രെസ് 1ൻ്റെ അകത്തായിരിക്കും, 1ന് മുകളിൽ പോകില്ല. കാരണം 1 ഷിയർ സ്ട്രെസ് ആയിരിക്കും നമുക്ക് എത്രയാണ്? 50,000 ആണ്. അപ്പോൾ നമുക്ക് 50,000 പകരം 33,653 ആണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് 1ൻ്റെ അകത്തായിരിക്കും. സോ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. അതിന് നമുക്ക് രണ്ടിൻ്റെയും മിനിമം, ഈ 2 ലോഡ് നമുക്ക് കിട്ടിയതിൻ്റെ മിനിമം ഏതാണെന്ന് നോക്കി നമുക്ക് അങ്ങ് സെലക്ട് ചെയ്യാം. ദ സേഫ് ലോഡ് എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും മിനിമം വാല്യൂ ആയിരിക്കും. രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഏതാണോ മിനിമം, ആ മിനിമം വാല്യൂ ആയിരിക്കും നമ്മുടെ സേഫ് ലോഡ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഗോ ത്രൂ ദിസ് പെർട്ടിക്കുലർ പ്രോബ്ലം. ഓക്കെ, സോ 2 ക്വസ്റ്റ്യൻ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. താങ്ക് യു.